ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഞാൻ നാട്ടിലെത്തിയതിന് ശേഷം ഓരോ ദിവസവും ഇങ്ങനെ ഓരോരോ സ്ഥലത്തോട്ട് പോകുമ്പോൾ കൂടുതലും ഞാൻ അങ്ങനെ അമ്പലങ്ങളിലൊക്കെ ആട്ടോ പോയത്. ഇത്തവണത്തെ ഒരു വെക്കേഷൻ ഫുള്ള് തീർത്ഥാടനം തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ഓരോ ദിവസം സ്റ്റാറ്റസ് ഇടുമ്പോഴും ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുമ്പോഴൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുള്ള് ഇങ്ങനെ തീർത്ഥാടനം തന്നെയാണല്ലോ എന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് ഒന്ന് മാറ്റി പിടിക്കാനായിട്ട് ഒരു ട്രാവൽ വ്ളോഗ് ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ്. വേറെ എങ്ങോട്ടല്ല, ഒരു ബാംഗ്ലൂർ പോയതിൻ്റെ ട്രിപ്പാണ്. അപ്പോൾ ഇത് ഞങ്ങളൊരു 4 days ട്രിപ്പ് പോയതാണ് ബാംഗ്ലൂരിലേക്ക്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഞാൻ പാർട്ടായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ഞങ്ങൾ യാത്ര തിരിക്കുന്നതിൻ്റെ വ്ളോഗ് തൊട്ടിട്ട് ബാംഗ്ലൂർ എത്തിയതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ബാംഗ്ലൂർ പോകാൻ പ്ലാൻ ഇട്ടപ്പോൾ തന്നെ എങ്ങനെ പോകുന്നതായിരുന്നു ആദ്യം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ബസ്സിൽ പോകണോ, ട്രെയിനിൽ പോകണോ, അതോ കാർ എടുത്ത് പോകണോ, അങ്ങനെ പല പല ആശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവസാനം ഞങ്ങൾ ഫൈനലി കാർ എടുത്ത് പോകാൻ തന്നെ കരുതി. എന്നാലാണല്ലേ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനൊക്കെ സുഖമായിട്ട് പോകാമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ കാർ എടുത്തത്. അങ്ങനെ വൈകുന്നേരം ഒരു 3:30-4 മണിയൊക്കെ ആയി ഞങ്ങൾ തലശ്ശേരിയിൽ നിന്ന് തന്നെ ഇറങ്ങിയപ്പോൾ. കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രിയോടെ ബാംഗ്ലൂർ എത്താമെന്നാണ് കരുതിയത്. 7 മണിക്കൂറാണ് ബാംഗ്ലൂരിലേക്ക് തലശ്ശേരി എന്നുള്ള ദൂരം. അപ്പോൾ ഞങ്ങൾ തലശ്ശേരിയിൽ നിന്ന് ഇരിട്ടി വഴിയാണ് ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പോകുന്ന വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു. ആ മഴയുള്ള സമയത്താണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ കാറിലെല്ലാം എവിടേക്കും യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ചൂടൊക്കെ ആയിട്ട് നമുക്കൊരു സുഖം ഉണ്ടാവില്ല. എന്തായാലും മഴയത്തുള്ള യാത്ര എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ വൈകുന്നേരം സമയത്താകുമ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലാതെ നമ്മൾ യാത്ര തുടർന്നു. രാത്രി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ അധികം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. കാരണം രാത്രി പുറത്ത് കാഴ്ചകളൊന്നും കാണാൻ മാത്രം വീഡിയോയിലൊന്നും കിട്ടില്ലല്ലോ. പിന്നെ നല്ല മഴയായതുകൊണ്ട് ഞാൻ പിന്നെ ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് വെറുതെ വർത്താനം പറഞ്ഞിരുന്നു. അതിനായിട്ട് ഡ്രൈവ് ചെയ്തോണ്ടല്ലേ. അപ്പം ഞാനിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ കാണാൻ മാത്രം കാഴ്ചകളൊന്നും ഇല്ല രാത്രി ആയതുകൊണ്ട് തന്നെ. പിന്നെ ഏതൊക്കെയോ ഏതോ ചുരം വഴിയാണ് വന്നിട്ടില്ലേ, നല്ല അപ്പുറമൊക്കെ നല്ല കാടൊക്കെ ആയിട്ട് രസമുണ്ടായിരുന്ന സ്ഥലം. പിന്നെ കുറച്ച് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, കാരണം അധികം വാഹനങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ ബാംഗ്ലൂരിൽ ആ നേരത്തൊക്കെ കാറെടുത്ത് പോകുന്ന കുറച്ച് റിസ്ക് ആണെന്നൊക്കെ കേട്ടു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലാതെ ഞങ്ങൾ രാത്രി ഒരു 12 മണിക്കുള്ളിൽ തന്നെ നമ്മൾ ബാംഗ്ലൂർ എത്തി. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളിതാ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടിയിൽ നിന്നൊക്കെ നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ബ്ലോക്കും ഭയങ്കര തിരക്കും, പിന്നെ വണ്ടിയിൽ ഒരു 7 മണിക്കൂർ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അധികം വീഡിയോസൊന്നും പിന്നെ എടുത്തില്ല. പിന്നെ നേരെ വീട്ടിലേക്ക് വരിക ചെയ്തത്. അപ്പോൾ ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് എൻ്റെ കസിൻ്റെ വീട്ടിലാട്ടോ. ഇവിടെ ബാംഗ്ലൂർ ഇന്ദിരാനഗറിൻ്റെ അടുത്താണ് ഈ ഒരു റൂമ്. അപ്പോൾ ഇനി നമ്മളിവിടെ 2-3 ദിവസം ഉണ്ടാവും. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഓരോ സ്ഥലത്തോട്ട് ഇങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതിനായിട്ട് കസിൻ ഇവിടെ ഉണ്ട്. അവളിവിടെ ജോലി ചെയ്യുന്നത് ആമസോണിൽ. അപ്പോൾ അവർക്കൊക്കെ വർക്കിംഗ്, ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് ലീവാണ്. എല്ലാ ദിവസമൊക്കെ വർക്കിംഗ് ഉണ്ട്. പിന്നെ എൻ്റെ കസിന് അവന് വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ എന്തായാലും 2-3 ദിവസം ബാംഗ്ലൂർ അടിച്ചു പൊളിക്കാനാണ് കരുതുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ കുറച്ച് രാത്രിയിൽ കുറച്ച് വീഡിയോസൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് തൊട്ട് നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ടുള്ള ബാംഗ്ലൂർ ബ്ലോഗ് അടിച്ചു പൊളിക്കാം. ഓക്കെ, ഞാൻ നിഖിലിൻ്റെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് എടുക്കുന്ന വീഡിയോ കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു ചെറിയ ബാൽക്കണിയാണ്. അതിൻ്റെ ഓപ്പോസിറ്റുള്ളതും അവൻ്റെ റൂമിൻ്റെ ബാൽക്കണിയാണ്. അപ്പോൾ ഇതാണ് അവൻ്റെ റൂമിൻ്റെ പുറത്തുള്ളത് കേട്ടോ. ഇത്തിരി ഫ്ലാറ്റൊക്കെ ഉള്ള ഏരിയയാണ്, പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല കാം ആൻഡ് ക്വയറ്റാണ്. പിന്നെ നല്ല നീറ്റായിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ വരുന്ന വഴിക്കൊക്കെ ബാംഗ്ലൂരിൻ്റെ പല ഭാഗത്തും കുറേ വേസ്റ്റും ഇതൊക്കെ കൂട്ടിയിട്ടിട്ട് ഒരു വൃത്തിയില്ലാത്ത സ്ഥലമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം. ഇത് ഇവിടെ ഒരു വലിയ മരമൊക്കെ ഉണ്ട്. പൂവിൻ്റെ ഇത്ര ദൂരമുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് നിഖിലിൻ്റെ ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ഏരിയ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സെല്ലാം മാറ്റി ഞാൻ ഒരു ജീൻസ് ആൻഡ് ടോപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സമയം ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും മാറ്റി ഇവിടെ അടുത്ത് കുറേ ഫുഡൊക്കെ കിട്ടുന്ന ഫുഡ് സ്ട്രീറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഓക്കെ, പ്രാർത്ഥിക്കാം. ബാംഗ്ലൂർ വന്നപ്പോൾ തന്നെ നമ്മുടെ കസിൻ്റെ വീട്ടിലാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇന്ദിരാനഗറിൻ്റെ അടുത്തുള്ള ഒരു ഫ്ലാറ്റായിരുന്നു. അവൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ 4 ദിവസം അവിടെ തന്നെയായിരുന്നു. പിന്നെ വേറൊരു കസിനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ വീട്ടിൽ നിൽക്കുകയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ വീടിൻ്റെ ആ പരിസരത്തുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര രസമുള്ള കേട്ടോ. ബാംഗ്ലൂരിൻ്റെ ആ ഒരു ഭയങ്കര തിരക്ക് പിടിച്ച സ്ഥലത്തു നിന്നൊക്കെ മാറി നല്ല ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. പക്ഷേ ലഞ്ച് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞങ്ങളൊരു 2 മണിക്ക് 2 മണി കഴിഞ്ഞുകൊണ്ട് എന്തായാലും ഇറങ്ങിയപ്പോൾ ഒരു 3 മണിക്ക് ആയിരുന്നു നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ, അപ്പോൾ എൻ്റെ കസിൻ നിഖിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണി കടയുണ്ടെന്ന്. അപ്പോൾ നാട്ടിൽ നിന്ന് കുറേ ബിരിയാണി കഴിച്ചാണ്, എന്നാലും ബാംഗ്ലൂർ പോയപ്പോൾ ബാംഗ്ലൂർ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷോപ്പ് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. സത്യത്തിൽ ഈ സ്ഥലം ഏതാണെന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല. ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബിരിയാണി പിന്നെ ഒരു മന്തി പോലെയുള്ള ഒരു ഫുഡായിരുന്നു. നമ്മുടെ നാട്ടിൽ അതേപോലെ തന്നെ ഫുള്ളും മലയാളീസ് തന്നെയായിരുന്നു കേട്ടോ അവിടുത്തെ സർവീസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ. ആദ്യം പായസമൊക്കെ കിട്ടിയപ്പോൾ പായസം കിട്ടിയപ്പോൾ തന്നെ അതിരുന്ന് കുടിക്കുകയായിരുന്നു. പിന്നെ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു അവിടുത്തെ ഫുഡിനൊക്കെ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ബിരിയാണി അല്ല, പക്ഷെ എന്നാലും നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ കൂടെ ഇങ്ങനെ അതിൻ്റെ പുറത്ത് നല്ല അടിപൊളി സ്ഥലമുണ്ട്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ വെറുതെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ നടക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ ആ ഒരു സ്ഥലങ്ങളൊക്കെ കാണാൻ. ശ്രദ്ധിച്ചണേ. കുഴി ഓ ദേവട്ടി വായിച്ചോക്ക്. വിങ്ങർ, ടാറ്റയുടെ വിങ്ങറാണ്. Now in your area, giraffe coaching. Giraffe coaching. അതെന്തോ സാധനം? അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് അതിലൂടെയൊക്കെ നടന്ന് നമ്മളങ്ങനെ നേരെ ഇനി വൈകുന്നേരം ആയിട്ടോ. അപ്പോഴേക്കും സമയം വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ചർച്ച് സ്ട്രീറ്റിൽ പോവാണ്. ബാംഗ്ലൂർ പോയവർക്ക് അറിയുന്നുണ്ടാവും, ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. MG റോഡ് ചർച്ച് സ്ട്രീറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് അവിടുന്ന് ഫുഡൊക്കെ നമ്മൾക്ക് കുറച്ച് ട്രൈ ചെയ്ത് നോക്കാം, പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അവിടെ പോയപ്പോഴാണ് സത്യാവസ്ഥ അറിഞ്ഞത്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അന്ന് സൺഡേ ആയിരുന്നു, അപ്പോൾ പിന്നെ പറയും വേണ്ടല്ലോ, അത്രയ്ക്കും തിരക്കായിരുന്നു അവിടെ. വൈകി അങ്ങനെ ചർച്ച് സ്ട്രീറ്റിൽ എത്തിയിട്ട് നമ്മൾ വണ്ടിയെല്ലാം അവിടെ പാർക്കിങ്ങിനൊക്കെ ഭയങ്കര പാടാണ് കിട്ടാൻ. ബാംഗ്ലൂർ എല്ലാ സ്ഥലത്തും പാർക്കിങ്ങിന് ഭയങ്കര പാടാണ്. ഗൾഫിലെ പോലെ തന്നെ ഒരുവിധമൊക്കെ, പക്ഷെ എന്നാലും ഗൾഫിൽ കുറച്ചുകൂടെ പാർക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു ക്യാഷ് കൊടുത്താലും. പക്ഷെ ഇവിടെ ക്യാഷ് കൊടുത്താലും പാർക്കിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങളൊരു മാളിൻ്റെ ഉള്ളിൽ കുറച്ച് പെയ്ഡ് പാർക്കിങ്ങിന് കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കുക ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ബോബ എന്ന് പറഞ്ഞിട്ട്, ബോബ ജ്യൂസ് അങ്ങനെ തന്നെയായിരിക്കും പറയുക. അപ്പോൾ അതാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോയത്. അപ്പോൾ ഞാനും രണ്ടരൊക്കെ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു കുടിക്കാനൊക്കെ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ അവിടെയൊക്കെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഷോപ്പിൻ്റെ ഇത് നോക്കി ഇങ്ങനെ പോവുമായിരുന്നു. പിന്നെ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല അവിടെ നിന്നും. പിന്നെ 2-3 ദിവസം ഉണ്ടല്ലോ, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ചൊന്നും വാങ്ങിക്കണ്ടെന്ന് കരുതിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് ട്രൈ ചെയ്യാനാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. അതെന്തിൻ്റെ ഇത് ഓരോതുണ്ട്. ఐస్ క్రీమ్ తినవు ఎందుకు నీకు ఐస్ క్రీమ్ అమ్మాయి తింటా. അങ്ങനെ ബോബ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ അങ്ങനെ ചർച്ച് സ്ട്രീറ്റിലൂടെ തേരാപാര നടക്കുകയായിരുന്നു. കാര്യമായിട്ടൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ആ തിരക്കും ബഹളത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുക. അപ്പോൾ വൈക രട്ടൻ തലയിൽ വെച്ചിട്ടാട്ടോ നടന്നിട്ടുണ്ടായിരുന്നത്. കാരണം തോളത്ത് വെച്ചു, കാരണം അവൾക്ക് നടക്കാൻ വയ്യ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവൾ മടിയായി. അപ്പോൾ പിന്നെ അവളെ പിന്നെ ആ തിരക്കിൽ നടത്തിച്ചാലും ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഭയങ്കര തിരക്കാണ്. എല്ലാവരും വീക്കെൻഡ് അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ കുറേ ഷോപ്സ് ഉണ്ട്, 2 സൈഡിലും ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടോയ്സിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ വൈകിക്ക് 2 ടോയ്സ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സിൻ്റെയും ഷൂസിൻ്റെയും ഒക്കെ ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ. നമ്മൾ ഷോപ്പിങ്ങിനൊന്നും അധികം നിന്നില്ല, കാരണം വരുന്ന ദിവസങ്ങളിൽ സമയമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആദ്യത്തെ ദിവസം തന്നെ മേടിച്ചൊന്നുമില്ല ഒന്നും. പിന്നെ വൈകുന്നു 2 ടോയ്സും ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ രാവിലത്തെ നിന്ന് ബാർഗെയിൻ ചെയ്ത് ചെറിയ പൈസയ്ക്ക് 2 ടോയ്സ് കിട്ടി. അങ്ങനെ ചർച്ച് സ്ട്രീറ്റിൽ തേരാപ്പാര ചുറ്റി നടന്ന് എല്ലാവരും ടയേർഡായിരുന്നു. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. ഇവിടുന്ന് ചർച്ച് സ്ട്രീറ്റിൽ നിന്ന് വീട്ടിലേക്ക് ഒരു അരമണിക്കൂർ ദൂരം ഉണ്ടാവുമായിരിക്കും, കാരണം സിഗ്നലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങ് എത്താൻ. അപ്പോൾ 2 പേർക്കും പിറ്റേന്ന് ദിവസം വർക്കിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും വരാം. ബൈ.